നമസ്കാരം. നമസ്തേ. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ വലിയ തരത്തിലുള്ള കലാപങ്ങൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനും ബലൂചിസ്ഥാൻ ആ വിഷയത്തിൽ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നം. അതിനിടയിലാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലും പാകിസ്ഥാൻ പ്രശ്നം നേരിടുന്നത്. ഇന്ത്യയുടെ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ത്യനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? അതുമാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? ഈ വിഷയത്തിൽ ഇന്ത്യ ഇടപെടാനുള്ള ചാൻസ് ഉണ്ടോ? എങ്ങനെയാണ് സാറ് ഇതിനെ വീക്ഷിക്കുന്നത്? പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ POK എന്ന് പറയുന്ന പാക് ഓക്യുപ്പേഷൻ കാശ്മീരിലെ അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. ദിവസങ്ങളായിട്ട് അവിടെ വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുക. പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനും എതിരായ പ്രക്ഷോഭമാണ്. അവര് പാകിസ്ഥാൻ സൈനികരെയൊക്കെ തടവിൽ ആക്കുകയും പ്രതീകാത്മകമായി ആ പിടിച്ചെടുത്ത തടവിലാക്കപ്പെട്ട സൈനികരുടെ യൂണിഫോം അവര് മുസഫർപൂർ ആണ് പാകിസ്ഥാന്റെ ഈ ഓക്യുപ്പൈഡ് കാശ്മീരിന്റെ തലസ്ഥാനം. ആ മുസഫർപൂറിലെ നഗര ചത്തുരത്തിൽ അത് വിൽപ്പനയ്ക്ക് വെക്കുകയും ലേലത്തിന് വെക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്താണ്. അവിടെ പാകിസ്ഥാന്റെ പോലീസിനോ സൈന്യത്തിനോ ഒന്നും വലിയ പ്രസക്തിയില്ല. ഏതാണ്ട് അതേ അവസ്ഥയാണ് പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് പറയപ്പെടുന്ന ഖൈബർ പക്തൂൺവൈ. ഇപ്പോ അതേ അവസ്ഥയിലേക്ക് POK മാറുകയാണ്. ഇവിടെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. അവര് 41 ആവശ്യങ്ങളുടെ ഒരു പട്ടിക സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് പാകിസ്ഥാന്റെ ഔദ്യോഗികമായിട്ട് ഇത് പാകിസ്ഥാന്റെ ഭാഗമായിട്ടില്ല ഇതുവരെ. ഇതിന് കാരണം അവരുടെ സങ്കല്പത്തിൽ ഇന്ത്യയുടെ പാകിസ്ഥാൻ കൂടെ കാശ്മീരൂടെ പിടിച്ചെടുത്തിട്ട് ഇത് രണ്ടുകൂടെ ചേർത്ത് ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാകണമെന്നൊക്കെ ആയി. അത് ഇത്രയും കാലമായിട്ടും ഇതൊന്നും നടപ്പായില്ല. ഇനി ഇത് നടപ്പാകാനും പോകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവിടുത്തെ ജനതയ്ക്കുണ്ട്. അത് മാത്രമല്ല, അവിടുത്തെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, അതീവ ഗുരുതരമായ സാമ്പത്തിക പിന്നോക്കാവസ്ഥയാണുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ പഞ്ചാബികൾക്കാണ് ഈ റിസോഴ്സസ് എല്ലാം പോകുന്നത്. അതിനാൽ ബാക്കി ജനതകൾ മുഴുവൻ അവിടെ പ്രതിഷേധത്തിലാണ്. പാകിസ്ഥാന്റെ ഭരണകൂടത്തിലാണെങ്കിലും പാകിസ്ഥാന്റെ ആനുവൽ റിസോഴ്സ് പദ്ധതി വിഹിതം എടുത്തു നോക്കിയാലും എല്ലാം തന്നെ അത് അവിടുത്തെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് മാത്രമായിട്ടാണ് മുഖ്യമായിട്ടും. സിംഹഭാഗവും പഞ്ചാബ് പ്രവിശ്യക്ക്, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ബലൂചിസ്ഥാനും സിന്ധിനും ഖൈബർ പക്തൂൺവയ്ക്ക് കൊടുക്കും. ഇനി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെയും എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഗിൽജിത് ബാൾട്ടിസ്ഥാനോ അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിനോ കിട്ടും. ഇവിടെ റെപ്രസെന്റേഷൻ പാകിസ്ഥാൻ പാർലമെന്റിൽ ഇല്ലാത്ത ഒരു വിഭാഗം, അവർക്ക് റെപ്രസെന്റേഷൻ ഒന്നിൽ കൊടുക്കണം, അതല്ലെങ്കിൽ അവർക്ക് വേണ്ട, പാകിസ്ഥാനെ വേണ്ട. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അവിടുത്തെ നിരന്തരമായിട്ടും ഈ പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരമായ വെടിവെപ്പായി. അപ്പൊ അതും ഈ ഓക്യുപ്പൈഡ് കാശ്മീരികൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇന്ത്യയുടെ മിസൈലുകളും ഇന്ത്യയുടെ ബോംബുകളും ഇന്ത്യയുടെ പീരങ്കി ഉണ്ടകളും ഒക്കെ പതിക്കുന്ന അവരുടെ വീടുകളിലാണ്. അവർക്ക് ഇത് വല്ലാത്തൊരു തലവേദനയും. അവിടെ സമാധാനമില്ല. ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പാകിസ്ഥാന് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. ഇന്ത്യ എന്ത് ചെയ്യുമെന്നാണല്ലോ ഇപ്പോ എന്നോട് ഫൗസ് ചോദിച്ചത്. ഇന്ത്യ അവർക്ക് ധാർമ്മികമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ അടിച്ചമർത്തലെ, നിഷ്ഠൂരമായ ഈ ആക്രമണങ്ങളെ അതിശക്തമായ രീതിയിൽ ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രസക്തമായ ചോദ്യം, ഇന്ത്യയുടെ കാശ്മീരിൽ വലിയ അടിച്ചമർത്തലാണെന്ന് പറയുന്ന പാകിസ്ഥാന് ഇവിടെ ഇന്നലെ 1-2 ദിവസത്തിനുള്ളിൽ വെടിവെപ്പിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ 26 പേര് കൊല്ലപ്പെട്ടു, 150 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗിക കണക്ക് പ്രകാരം അധിനിവേശ കാശ്മീരിലെ പാക് പട്ടാളം, പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളിൽ 100-150ഓളം ആൾക്കാർ കൊല്ലപ്പെടുകയും 500ഓളം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത്. അവിടെ നിരന്തരമായ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇതെന്താ അടിച്ചമർത്തലല്ലേ? ഇന്ത്യയുടെ കാശ്മീരിൽ ഇത്രയധികം ആൾക്കാരൊന്നും കൊല്ലപ്പെടുന്നില്ലല്ലോ. പാകിസ്ഥാൻ എത്രയൊക്കെ കണക്ക് കൂട്ടാൻ നോക്കിയാലും ഇന്ത്യയുടെ കാശ്മീരിലെ ഈ 100-150 പേരൊക്കെ കൊല്ലപ്പെട്ട ഒരു വെടിവെപ്പ്
ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പൊ ആരാണ് ഇവിടെ ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്? ഏത് കാശ്മീരിലാണ്? ഇന്ത്യയുടെ പിന്നെ കാശ്മീരിലാണോ അതോ അധിനിവേശ കാശ്മീരിലാണോ അടിച്ചമർത്തൽ നടക്കുന്നത്? എവിടെയാണ്? ഈ ചോദ്യം പാകിസ്ഥാനെ അന്താരാഷ്ട്ര വേദികളിൽ വല്ലാതെ അലോസരപ്പെടുത്തും. പക്ഷെ ഇനി അടുത്തൊരു ചോദ്യമുണ്ട്. ഇന്ത്യ സൈനികമായി POKയിൽ ഇടപെടുമോ? ഇന്ത്യയുടെ ഭാഗമാകാൻ POKയിലെ ജനങ്ങൾ ആഗ്രഹിച്ചാൽ അത് സാധിക്കുമോ? അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശം ഇത്രയും അവികസിതമായി, ഇപ്പൊ ബലൂചിസ്ഥാനിലെ BLA ഇന്ത്യയോട് ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ധാർമ്മിക പിന്തുണ കൊടുക്കുമെങ്കിലും BLA ബലൂചിസ്ഥാനെ ഇന്ത്യയുടെ ഭാഗമാക്കും എന്ന് പെട്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ 145 കോടിയിലധികം ജനസംഖ്യയുള്ള ഒരു രാജ്യം, വൈവിധ്യങ്ങളാൽ, അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും മറ്റൊരു രാജ്യത്തിനും ചിന്തിക്കാൻ പറ്റാത്തത്ര ഭാഷാപരമോ മതപരമോ അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് രീതിയിൽ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യം. ഈ രാജ്യം ഒരു സുപ്രഭാതത്തില് മറ്റൊരു പ്രശ്നബാധിത പ്രദേശത്തെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിവരും POKയിലും ഈ ബലൂചിസ്ഥാനിലും ഒക്കെ? അവിടെ ഒന്നുമില്ല. അപ്പോ ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളിലാണെങ്കിലും ഇത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എളുപ്പമുള്ളതല്ല. പക്ഷേ ഇത് ഈ ഒരു സമീപ ഭാവിയിലെ ഞാൻ ചിന്തിക്കുന്നത് ഒരു ഫെഡറേഷൻ ദക്ഷിണേഷ്യയിൽ, അതായത് ഇന്ത്യ, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, നേപ്പാള്, ശ്രീലങ്ക, ഇങ്ങനെയൊക്കെ, അത് നമ്മുടെ ഈ സാഫ് എന്ന് പറയുന്ന സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഉണ്ട്. അതുപോലെ ഒരു സമ്പദ് വ്യവസ്ഥ ഈ രാജ്യങ്ങളൊക്കെ തമ്മിലെ സംഘർഷം ഒഴിവാക്കിയിട്ട് ഒരു പരസ്പരം ട്രേഡിംഗ് നടത്താനുള്ള, പരസ്പരം കുറച്ചുകൂടി എളുപ്പത്തിൽ വിസ കിട്ടാനുള്ള, അങ്ങനെയൊക്കെയുള്ള ഒരു സമ്പദ്ഘടന രൂപപ്പെടാനുള്ള സാധ്യത നിശ്ചയമായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് വിശാലമായ ഒരു ദക്ഷിണേഷ്യൻ ഐഡന്റിറ്റിയിൽ, ഇന്ത്യയുടെ ഐഡന്റിറ്റിയിലേക്ക് ഈ രാജ്യങ്ങളും എത്തും. എത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. അവിടെ ഈ തീവ്രവാദം എന്നുള്ളത്, ഭീകരവാദം പാകിസ്ഥാനിൽ നിന്നും അപ്രത്യക്ഷമായ പറ്റും. ഞാൻ പറയുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളല്ല ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഹിന്ദുമതം സ്വീകരിക്കണം, അങ്ങനല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണം. പക്ഷെ അവരവരുടെ സംസ്കാരത്തിലും അവരവരുടെ വിശ്വാസങ്ങളിലും ഒക്കെ അടിയുറച്ച് നിന്നുകൊണ്ട് സമാധാനപരമായിട്ട് സാമ്പത്തിക വളർച്ചയ്ക്ക്, വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ സമൂഹങ്ങൾ മാറിയ അത് ഇന്ത്യക്കും അവർക്കും, അതുപോലെ ലോകത്തിനും, ദക്ഷിണേഷ്യക്ക് മാത്രമല്ല ലോകത്തിന് പോലും അത് വലിയ പ്രയോജനം ചെയ്യും. പക്ഷെ ദൗർഭാഗ്യവശാൽ അമേരിക്ക അതിനെ അനുവദിക്കത്തില്ല, ചൈനയും അനുവദിക്കത്തില്ല. മത തീവ്രവാദത്തെ ഊട്ടി ഉറപ്പിക്കുന്നതും വളർത്തിക്കൊണ്ട് വന്നതും അമേരിക്കയാണ്. ബിൻ ലാദനെയും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ നോക്കിയാൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചത് അമേരിക്കയാണ്. അബൂബക്കർ അൽ ബഗ്ദാദി ആദ്യകാലത്ത് അമേരിക്കയുമായിട്ട് നല്ല സൗഹൃദത്തിലായി. കേണൽ ഗദ്ദാഫി അമേരിക്കയുമായിട്ട് സൗഹൃദത്തിലായി. സദാം ഹുസൈൻ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ സ്വീകരിച്ചിരുന്നു. അമേരിക്ക തന്നെ കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടു കൊല്ലിക്കുന്നതും നീയേ ചാപ്പ എന്നുള്ള രീതിയിലാണ് അമേരിക്ക. അപ്പൊ ഈ ജനവിഭാഗങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവർ ഈ ആയുധം താഴെ വെച്ച് പണിയായുധങ്ങൾ കൈവശമെടുത്ത് സ്വന്തം പുരോഗതി, അല്ലാതെ വേറെ ആർക്കും ഒന്നും കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പാകിസ്ഥാനികള് ഈ തീവ്രവാദ ഫാക്ടറികൾ അടച്ചുപൂട്ടി അവിടെ നിർമ്മാണശാലകൾ തുടങ്ങി പാകിസ്ഥാന്റെ മൊത്തത്തിലുള്ള ഒരു പുരോഗതിയിലേക്ക് വരും. പക്ഷെ അത് എളുപ്പമല്ല. കാരണം ഈ തീവ്രവാദത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ അത്ര ശക്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അതിർത്തി സുരക്ഷിതമാക്കി കൃത്യമായിട്ട് വേലി കെട്ടി ഇവരാരും ഇങ്ങോട്ട് നുഴഞ്ഞു കയറാതിരിക്കാൻ ഉള്ള ബന്ദോബസ്താക്കി വെക്കുക എന്നുള്ളതല്ലാതെ ഇന്ത്യക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല എന്നാണ് ഞാൻ തൽക്കാലം മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു 50 കൊല്ലത്തിന് ശേഷമുള്ള ദക്ഷിണേഷ്യയിൽ ഈ സ്ഥിതിയൊക്കെ മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴേക്കും കളവനായിട്ട് മണ്ണടിഞ്ഞു പോകും. പക്ഷേ എങ്കിലും ഞാൻ കരുതുന്നത് ദക്ഷിണേഷ്യയിൽ അങ്ങനെ അല്ലാതെ പാകിസ്ഥാനോ ബംഗ്ലാദേശിനോ നിലനിൽക്കാൻ പറ്റില്ല. ആ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് അവർ ഡിസ്മാൻഡിൽ ചെയ്യേണ്ടവരും. ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി POKയിൽ ഇപ്പോൾ ഉണ്ടായത്, അപ്പുറത്ത് നിന്ന് നോക്കുന്ന പലർക്കും ബൈനോക്കുലറും അതുപോലെ ടെലസ്കോപ്പും ഒക്കെ വെച്ചിട്ട് അവർ നോക്കുമ്പോൾ ഇപ്പുറത്ത് ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വികസന പദ്ധതികൾ നടക്കുന്നുണ്ട്. പഴയതുപോലെ പാകിസ്ഥാന് അതിർത്തിയിൽ വെടിവെച്ച്
ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക, അതൊന്നുമില്ല, നടക്കുന്ന കാര്യമല്ല. കാരണം അത്രയധികം ഡിസ്പാരിറ്റി ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായി, സൈനിക ശേഷിയിലും ഒക്കെ തന്നെ. ഈ വരുന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ വരുന്ന കാലത്ത് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പണും അതുപോലെയൊക്കെയുള്ള ആയുധങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സാങ്കേതികമായിട്ട് മുന്നിൽ നിൽക്കാത്ത ഒരു രാജ്യത്തിന് ഒരു കാരണവശാലും യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ അവിടെ ചുമ്മാതെ തീവ്രവാദം ഇളക്കി വിടുകയല്ല, അവിടുത്തെ നിങ്ങളുടെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ധനശേഷി കൈവരിക എന്നുള്ളതാണ്. അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ, ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായി. അതായത് പണ്ട് അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ലഡാക്കും കാശ്മീരും തമ്മിൽ 6-8 മാസത്തോളം ലിങ്ക് തന്നെ ഇല്ലാതാകുന്നു. കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാന് ഈ പ്രദേശത്തെ ഒറ്റപ്പെടുത്തി, ലഡാക്കിനെ ഒറ്റപ്പെടുത്തി പിടിച്ചെടുക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ഇപ്പോ 4 ലൈൻ ഹൈവേ ആണ്. പണ്ട് 3 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട യാത്ര ഇപ്പം വെറും 30 മിനിറ്റ് ആണ്. ഒരുപാട് ഇപ്പം ഞാനീ പറഞ്ഞത് പല ചുരങ്ങളും ഇപ്പോ പിന്നെ ടണൽ വഴി ബന്ധിപ്പിക്കും. 4 ലൈൻ ഹൈവേകളാണില്ല. അതിർത്തിയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടു. സൈന്യത്തിന്റെ ഇപ്പം കാശ്മീർ വരെ ട്രെയിൻ ചെല്ലും. അല്ല, ഈ പിന്നെ ഒരു വലിയ രാജ്യമായ ഇന്ത്യയെ, ഇത്രയും വലിയ റിസോഴ്സസ് ഉള്ള ഇന്ത്യയെ അങ്ങനെ ചുമ്മാതെ കുറച്ച് എന്താണ് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെട്ട കുറച്ച് തീവ്രവാദികൾ ഇങ്ങോട്ട് ഇടിച്ചു കയറിയെന്ന് വിചാരിച്ച് ഈ രാജ്യം അങ്ങ് പേടിച്ചു പോകുന്നൊക്കെ ഉള്ളത് അതൊരു പരമ്പരാഗത തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാക്കിയ ഒരു തത്വശാസ്ത്രമാണ്. അത് അവർക്ക് തന്നെയാണ് തിരിച്ചടി. അതാണ് ഈ പാകിസ്ഥാനിലെ ഈ കലാപങ്ങളുടെ ഒക്കെ പിന്നിൽ. സാമ്പത്തികമായിട്ട് POKയിൽ സുഭിക്ഷമായിരുന്നെങ്കിൽ പോലും ഈ ഒരു പ്രക്ഷോഭം അവിടെ ഉണ്ടായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പാകിസ്ഥാന് പഞ്ചാബികളെ ഭക്ഷണം കൊടുക്കാനായിട്ട് കൈ കാശില്ല, പിന്നല്ലയോ ഈ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. അവര് ഭക്ഷണത്തിന്റെ തന്നെ ഷോർട്ടേജ് അവിടെ ഉണ്ട്, വലിയ രീതിയിൽ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ബന്ധുക്കൾ, ബോർഡറിന് ഇപ്പുറമുള്ള ബന്ധുക്കൾ വളരെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെയുള്ള ഒരേ ഒരു പരിഹാരം ആയുധം താഴെ വെച്ച്, തീവ്രവാദം ഉപേക്ഷിച്ച്, ഭീകരവാദം ഉപേക്ഷിച്ച്, സ്വന്തം ജോലി നോക്കി ഈ ലഷ്കർ-ഇ തയ്യബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും ഒക്കെ ഓഫീസുകളൊക്കെ അടച്ചുപൂട്ടിയിട്ട് ഇതിലെ ഈ തീവ്രവാദികളെ അവര് ജോലി ചെയ്യാനായിട്ട് ഫാക്ടറികളിലോട്ടോ പാടത്തോട്ടോ എവിടാണെന്ന് വെച്ചാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ പാകിസ്ഥാനേക്കാൾ മെച്ചപ്പെട്ട ഒരു പാകിസ്ഥാൻ ഉണ്ടാകും. അങ്ങനെ മെച്ചപ്പെട്ട പാകിസ്ഥാൻ ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് ട്രേഡ് റിലേഷൻസ്, കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇന്ത്യയും താല്പര്യപ്പെടും. അതിർത്തിയിൽ വ്യാപാരം നടക്കും, പാകിസ്ഥാനും ഗുണം ചെയ്യും. അവിടെ നിന്നുള്ള പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും മറ്റ് കാര്യങ്ങളും ഇന്ത്യക്ക് ആവശ്യമുണ്ട്, ഇന്ത്യയുടെ ടെക്നോളജി അവർക്ക് ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ഈ ട്രേഡ് ഇന്ത്യയുമായിട്ട് നടന്നിരുന്നെങ്കിൽ പോലും പാകിസ്ഥാന് വലിയ മെച്ചമായിരുന്നു. കാരണം പല കാര്യങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിന് മറ്റ് അമേരിക്കയിൽ നിന്നോ മറ്റ് ഏതെങ്കിലും രാജ്യത്തു നിന്നോ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ എത്രയോ വില കുറച്ച് ഇന്ത്യയിൽ നിന്ന് കിട്ടുമായിരുന്നു. ഈ UAEക്കും ഇന്ത്യക്കും തമ്മിൽ ഇസ്ലാമിന്റെ പ്രഭവസ്ഥാനമാണ് അറേബ്യ. സൗദിക്കും UAEക്കും ഒക്കെ ഇന്ത്യയുമായിട്ട് സൗഹൃദമായിട്ട് പോകാമെങ്കിൽ ഈ പാകിസ്ഥാൻ എന്താണ് പിന്നെ തടസ്സം? അതൊക്കെ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമല്ലേ. അവർ തീവ്രവാദം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. അത് കഴിഞ്ഞാൽ ഞാൻ 100% ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദക്ഷിണേഷ്യയിലെ ഒരു ട്രേഡ്, അതൊരു ഫെഡറേഷനായിട്ട് ദക്ഷിണേഷ്യ മാറും. അവർക്ക് തീർച്ചയായിട്ടും അത് ഈ പ്രദേശത്തിന്റെ മുഴുവൻ വികാസത്തിന് വഴിതെളിക്കും. ഇവിടെ ജനങ്ങൾക്ക് സ്വൈര്യജീവിതം ഉണ്ടാകും. ജനങ്ങൾ മറ്റൊരു കാലഘട്ടത്തിലേക്ക്, നമ്മൾ ഏകീകൃതമായിട്ടിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലേക്ക്, അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ കന്ദഹാറിന്റെ വരെ നീണ്ടു കിടക്കുന്ന ഇറാൻ വരെ ഭരിച്ച ചക്രവർത്തിമാരുണ്ടായിരുന്നു ഇവിടെ, ഇറാന്റെ അതിർത്തി വരെ. അശോകന്റെ കാലത്ത്, അക്ബറിന്റെ കാലത്ത് ഒക്കെ കന്ദഹാർ ആയിരുന്നു ഇന്ത്യയുടെ അതിർത്തി. അപ്പോ അതൊന്നും ഇനി സാധ്യമാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു വിശാലമായ ഫെഡറേഷൻ, അവരുടെ രാജ്യം, അവരുടെ ഭരണ നിയന്ത്രണം നിൽക്കുമ്പോഴും ഇപ്പൊ യൂറോപ്യൻ യൂണിയന് പ്രത്യേകിച്ച് പ്രത്യേക രാജ്യങ്ങളുണ്ട്. പക്ഷെ യൂറോപ്യൻ യൂണിയന് സാമ്പത്തികമായിട്ടൊരു വലിയ ഒറ്റ ബ്ലോക്കാണ്. അതുപോലൊരു ബ്ലോക്കായിട്ട് ദക്ഷിണേഷ്യക്ക് മാറാം. ഹ്യൂമൻ റിസോഴ്സസ് ഇത്രയധികമുള്ള വേറൊരു രാജ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് പാകിസ്ഥാന്റെ ഈ പൊട്ടിത്തെറികൾ ഒടുവിൽ പാകിസ്ഥാനെ ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കും
എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഗോവിന്ദൻ മാഷിന്റെ പിന്നെ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ഒരു വിശകലനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മാറിയിട്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടുള്ള ഒരു വിശകലനം പാകിസ്ഥാനിലും ഉണ്ടാകട്ടെ, അവിടെയും യഥാർത്ഥ ജനാധിപത്യം ഉണ്ടാകട്ടെ. ദക്ഷിണേഷ്യ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഒരു വലിയ സമ്പദ്ഘടനയായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും കൂടുതൽ സംഭവ വികാസങ്ങളും കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ നമുക്ക് സമീപിക്കാം. എല്ലാവർക്കും നമസ്കാരം.